ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ അലി അക്ബർ. ഫേസ്ബുക്കിലൂടെയാണ് വിമർശനം. എന്നാൽ അത് സ്ത്രീകളുടെ ആർത്തവത്തെ അശുദ്ധം തന്നെയെന്ന് അടിവരയിട്ട് പറയുന്നതാണെന്ന് മാത്രം. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനങ്ങളാണ് അലി അക്ബറിനെതിരെ ഉയരുന്നത്. അലി അക്ബർ പറഞ്ഞത് അല്പം കൂടിപ്പോയില്ലേ എന്ന് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അലി അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിന് ആർത്തവം അശുദ്ധിയല്ല, എന്നാൽ ആർത്തവരത്വം ശുദ്ധമല്ല. ഭക്ഷണം ശുദ്ധമല്ല, എന്നാൽ അത് മലമായി മാറിയാൽ അശുദ്ധി തന്നെയാണ്. ജലം ശുദ്ധമാണ്, അത് മൂത്രമായി മാറുമ്പോൾ അശുദ്ധിയുടെ ഭാഗമാകുന്നു. ശരീരത്തിൽ നിന്ന് പ്രകൃതിയുടെ നിയമപ്രകാരം പുറത്തേക്ക് പോകുന്നതെല്ലാം നാം അശുദ്ധിയുടെ ഭാഗമായി കരുതുന്നു. തുപ്പലും കഫവും മലവും മൂത്രവും ആർത്തവരക്തവും ശുക്ലവുമെല്ലാം അതിൽ ഉൾപ്പെടും. ഇതെല്ലാം ശരീരം പുറന്തള്ളുമ്പോൾ മാത്രമാണ് വേസ്റ്റ് അഥവാ മാലിന്യമായി മാറുന്നത്. ഭക്ഷണത്തിൽ ഒരു മുടി കണ്ടാൽ എന്താ പുകില്. ഈ വേസ്റ്റുകളൊന്നും തന്നെ ശുദ്ധവുമല്ല, രോഗവാഹികളാകാൻ സാധ്യതയുള്ളതാണെന്ന് ശാസ്ത്രം പറയുന്നു. ഇത് കാലത്തിനൊപ്പം മനസ്സിലാക്കിയ സമൂഹം ഇതിനൊക്കെ ചിട്ടയുണ്ടാക്കി. ഒന്നുകിൽ കഴുകി വൃത്തിയാക്കുക, അല്ലെങ്കിൽ തുടർച്ചയായി ഒഴുകുന്നതാണെങ്കിൽ ആഗിരണം ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ശേഖരിച്ച് നശിപ്പിക്കുക എന്നതെല്ലാം അതിപ്രാചീന കാലം മുതൽ തുടർന്നു വരുന്നതാണ്. ശാസ്ത്രം വളർന്നപ്പോൾ മാർഗങ്ങൾ നൂതനമായി എന്ന് മാത്രം. പ്രാചീന സംസ്കാരത്തിൽ ആർത്തവം പോലുള്ള ഘട്ടങ്ങളിൽ സമൂഹത്തിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുക പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെ. ഇന്നും പകരാവുന്ന രോഗാണുക്കൾ വിസർജ്യങ്ങളിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തി തന്നെയാണ് ചികിത്സിക്കുന്നത്. ആധുനിക സംവിധാനം നിലവിലുണ്ടെങ്കിലും ചില സമയങ്ങളിൽ പരാജയപ്പെട്ടതും നേരിൽ കണ്ടിട്ടുണ്ട്. പാടുവച്ചിട്ടും അമിത രക്തസ്രാവമുണ്ടായി ചുരിദാറിന് പുറത്ത് രക്തമൊലിച്ചിറങ്ങുന്നത് സാധാരണമായിട്ടുള്ളതല്ല. ഈ പരിസ്ഥിതിയിലാണ് ക്ഷേത്രങ്ങളിലും പള്ളിക്കൂടങ്ങളിലുമൊക്കെ പോകുന്നതിൽ നിന്നും സ്ത്രീകൾ പിന്മാറി നിൽക്കാൻ നിർബന്ധിതരായത്. വയറിളക്കം പിടിച്ചാൽ വീട്ടിൽ കഴിയുന്നതും സമാനമായ അവസ്ഥ തന്നെ. മുൻപേ വ്യക്തമാക്കി, വിസർജ്യങ്ങൾ മറ്റുള്ളവരിൽ അറപ്പുളവാക്കുന്നത് തന്നെയാണ്. അത് കൈകാര്യം ചെയ്യുന്നതും ഒന്നുകിൽ സ്വമേധയാ, അതല്ല ശാരീരിക ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തവരെയോ അല്ലെങ്കിൽ ആശുപത്രിയിലും മറ്റും അത് സർവീസായി കരുതുന്നവരോ ആണ്. വൃത്തിയാക്കുന്ന സ്ഥലങ്ങൾ സ്വകാര്യത വേണം താനും. മലമൂത്ര വിസർജനം സാധാരണഗതിയിൽ കുറച്ചു സമയം നിയന്ത്രിച്ചു വയ്ക്കാം. എന്നാൽ ആർത്തവ രക്തസ്രാവം ശാരീരികമായി നിയന്ത്രിക്കാൻ അസാധ്യമായതും മുൻകരുതലുകൾ പൂർണ്ണ വിജയമാണെന്നുറപ്പിക്കാൻ കഴിയാത്തതുമാണ്. ഭാര്യയും 2 പെൺമക്കളുമുള്ള ഒരു കുടുംബനാഥൻ എന്ന അനുഭവത്തിലാണ് ഇത് കുറിക്കുന്നത്. ആർത്തവഘട്ടങ്ങളിൽ സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് വിശ്വാസമെന്നതിലുപരി ശരീരമെന്ന സത്യത്തിന്റെ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് എന്ന് മനസ്സിലാക്കുക വേണം. വിസർജ്യ വസ്തുക്കൾക്ക് ശുദ്ധിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചാലും വിസർജ്യം മാത്രമായി തുടരും. അവകാശബോധം നല്ലത് തന്നെ. ഒപ്പം നാം ദർശനത്തിനായി പോകുന്ന ഇടങ്ങളിൽ സുമനസ്സുകൾ കൽപ്പിക്കുന്ന ശുദ്ധി സ്വന്തം അവകാശത്തിന് മുകളിലാണെങ്കിൽ അത് മാനിക്കണ്ടേ? നല്ല കച്ചേരി നടക്കുന്നിടത്ത് ക്ഷയരോഗി ചുമച്ചുകൊണ്ടിരുന്നാൽ രോഗിയെ കേൾവിക്കാർ ഏത് രീതിയിൽ കാണും? അടച്ചിട്ട മുറിയിൽ എത്ര വലിയ കൂട്ടുകാരനായാലും ദുർഗന്ധമുള്ള ഒരു അധോവായി പുറത്തുവിട്ടാൽ നാം മൂക്ക് പൊത്തുകയില്ലേ? പ്രത്യുൽപാദനത്തിന്റെ ദ്രവ്യം ഉൽപാദനം നടക്കാതെ പുറത്തേക്ക് വരുമ്പോൾ മാലിന്യം തന്നെയാണ്. അതിന് ശുദ്ധി കൽപ്പിക്കേണ്ടതില്ല. നല്ല തേനും ആപ്പിളും സുഗന്ധവ്യഞ്ജനങ്ങളുമെല്ലാം പ്രോസസ്സിംഗ് കഴിഞ്ഞ് മലദ്വാരത്തിലൂടെ പുറത്തു വരുമ്പോൾ ഇന്നലെ താൻ അകത്തുവിട്ട ശുദ്ധത കൈകൊണ്ടുവാരി ശുദ്ധമായതെന്ന് ആരും പറയാറില്ല. ജീവന്റെ വിത്താണ് ശുക്ലം. അതുകൊണ്ട് അത് പുറത്തു വന്നാൽ ശുദ്ധമായ ഒന്നായി പുരുഷൻ കരുതാറില്ല. സ്ഖലനം സംഭവിച്ചാൽ അതും അശുദ്ധി തന്നെയായിട്ടാണ് കരുതുന്നത്. 8-10 മണിക്കൂർ ദർശനത്തിനായി ക്യൂ നിൽക്കുമ്പോൾ ഒരു പാടുമാറ്റാൻ പുറത്തൊക്കെ ഇടേണ്ട അവസ്ഥ എന്താണെന്ന് സുപ്രീം കോടതിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ആർത്തവ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ പോയാൽ കുഴപ്പമില്ല എന്ന തോന്നൽ കോടതിക്കുണ്ടാകുന്നത്. ആർത്തവമുള്ള ഒരു സ്ത്രീയെ ക്ഷേത്രത്തിൽ തൊട്ടുകൂടെ എന്നുള്ള വിശ്വാസവും ഒരാളുടെ അവകാശം തന്നെ. സ്ത്രീത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.